അപ്പൊ അങ്ങനെ നമുക്ക് ദൃഷ്ടിയുടെ ദോഷം സംഭവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണീർ ദോഷം സംഭവിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത്, ഒരു കുശാഗ്ര ബുദ്ധിയോടെ നോക്കുന്ന ചിന്തകളിലൂടെ ഉണ്ടാകുന്ന ആ ഒരു പ്രവർത്തനം അത്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പാവുന്ന നിരന്തരമായ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അഷ്ടഗന്ധം എന്ന് പറയുന്ന സാധനം കുടുംബത്ത് വൈകുന്നേരം കത്തിക്കാമെങ്കിൽ അതൊരു പരിധി വരെ നല്ലതാണ്. അഷ്ടഗന്ധം കത്തിക്കുന്നത് കുടുംബത്തിലുണ്ടാവുന്ന ദൃഷ്ടിദോഷങ്ങൾക്ക് ഒരു പരിധി വരെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ക്ഷീരധാര, പാലുകൊണ്ട് ധാര കഴിക്കുക, പാൽ അഭിഷേകം ചെയ്യുക, പാല് കൊടുത്തിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുക, അതിഗംഭീരമാണ്. ഇപ്പൊ ഈ ശാരീരികമായി നിൽക്കുന്ന ദൃഷ്ടിദോഷം, ശരീരത്തിൽ ഉണ്ടാവുന്ന ദൃഷ്ടി, ഇപ്പൊ വിദ്യക്ക് അല്ലെങ്കിൽ പഠിക്കുന്നതിനൊക്കെ ദൃഷ്ടിദോഷങ്ങൾ ഉണ്ടെങ്കിൽ ശിവന്, മഹാദേവന് ക്ഷീരധാരയും പാലഭിഷേകവും ഒക്കെ തുടർച്ചയായിട്ട് ഒരു 7 ഞായറാഴ്ച കഴിക്കുക. അതിഗംഭീരമായ വ്യത്യാസം വരും. കഴിച്ചാൽ മാത്രം പോരാ, കുട്ടി തൊഴണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരമ്മ ചോദിച്ച പോലെ, മോൾക്ക് കഷ്ടകാലമാണ്, ഡൈവേഴ്സിന്റെ വക്കിലാണ്, ഞാൻ പോയാൽ മതി അമ്പലത്തിൽ എന്ന് ചോദിച്ച പോലെ, അങ്ങനെയല്ല, ആ വ്യക്തി തന്നെ പോയി തൊഴുത് ചെയ്യുകയും കൂടെ വേണം. അപ്പൊ ക്ഷീരധാരയും പാലഭിഷേകവും ഒക്കെ ചെയ്യുന്നത് വളരെ ഗംഭീരം. അതുപോലെ നല്ല എള്ളെണ്ണ, ഇന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരെണ്ണയും ശുദ്ധമല്ല. നല്ല എള്ളെണ്ണ കിട്ടുമെങ്കിൽ അത് മഹാദേവന് അഭിഷേകം ചെയ്യാമെങ്കിൽ അതിഗംഭീരമാണ്. ഇപ്പൊ ഈ ഓരോ പേരുകളിൽ കുറെ എണ്ണകൾ വരുന്നുണ്ട്. ആ എണ്ണയൊക്കെ എന്ന് പറഞ്ഞാൽ കളറ് മാറ്റി സ്മെല്ല് കയറ്റി വരുന്നതാണ്. നല്ല എള്ളെണ്ണകളുണ്ട്, നല്ല നല്ല ഉഗ്രൻ എള്ളെണ്ണകളുണ്ട്. ആ എള്ളെണ്ണകളുടെ പേര് പറയുമ്പോൾ അത് പരസ്യമായി മാറും. അത് പറയാൻ പറ്റാത്തതുകൊണ്ട് അത് ഞാൻ പറയില്ല. അങ്ങനെയുള്ള നല്ല എള്ളെണ്ണകൾ വാങ്ങിയിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യാമെങ്കിൽ അത് അതിഗംഭീരം തന്നെയാണ്. അതും ചെയ്യാവുന്നതാണ്.